മുതലപ്പുഴയിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനാണ് അപകട കാരണങ്ങളെക്കുറിച്ച് പഠിച്ചത്. പുലിമുട്ടുകളുടെ ഘടനയിൽ മാറ്റം വരുത്തണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം. കേന്ദ്ര ഏജൻസിയായ CWPRS സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുതലപ്പുഴയിലെ പുലിമുട്ടിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകും. അഴിമുഖത്തിന്റെ തെക്കുഭാഗത്തു നിന്ന് പുതിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിൽ പുലിമുട്ട് വികസിപ്പിക്കാനാണ് റിപ്പോർട്ടിൽ നിർദ്ദേശം. അതേസമയം പുതിയ അലൈൻമെന്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട്. ഇത്തരത്തിൽ പുലിമുട്ട് നിർമ്മിച്ചാൽ ഒരു വശത്തു നിന്നുള്ള തിരയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും കായലിൽ നിന്നുള്ള മണലിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടുമെന്നും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. തൊഴിലാളികളുടെ ആശങ്കകൾ കൂടി പരിഹരിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത. മുതലപ്പുഴയിലുണ്ടായ അപകടങ്ങളിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. അപകടങ്ങൾ തുടർക്കഥയായത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് തുറമുഖത്തുണ്ടാകുന്ന അപകടങ്ങൾ പഠിക്കാൻ കേന്ദ്ര ഏജൻസിയെ നിയോഗിച്ചത്. 24 തിരുവനന്തപുരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.